Praise the Lord. Hallelujah. Glory to Jesus. Hallelujah. കർത്താവിന്റെ പൊന്നുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ തിങ്കളാഴ്ച 5 മണി എടുക്കുന്ന സമയം ദൈവവചനമായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സാവകാശമൊരുക്കിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വിശുദ്ധതകളെ വർണ്ണിക്കുവാൻ, ദൈവത്തിന്റെ കൃപകളെ ധ്യാനിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു സാവകാശം ഒരുക്കിയ ദൈവ കൃപകളെ ഓർത്ത് സ്തോത്രം. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരു സാവകാശം ഒരുക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി റോസലി സുരേഷ്, തന്റെ കുടുംബം, തന്നോടുകൂടെ ഇതിന്റെ അഡ്മിനായിരിക്കുന്ന, ഇതിന്റെ സഹകാരികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കർത്താവിന്റെ സന്നിധി നാം ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ ഇടയാകട്ടെ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് കഴിഞ്ഞ 3 വർഷമായി ദൈവം ജയോഷമായി നടത്തുവാൻ കർത്താവിടയാക്കി. ദൈവത്തിന്റെ കൃപയതിമേൽ ഉണ്ടായിരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സംരംഭങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന നല്ല കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനായ നമ്മുടെ കർത്താവ്, നമ്മളെക്കൊണ്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന കർത്താവ്, നമ്മളിലൂടെ തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന കർത്താവ് ജീവിക്കുന്നതോർത്ത് സ്തോത്രം. കഴിഞ്ഞ 3 വർഷം ഈ പ്രയർ ഗ്രൂപ്പ് നന്നായി നടക്കുന്നതിൽ വളരെ സന്തോഷം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നത്തെ ചെറിയൊരു സന്ദേശത്തെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന നമ്മുടെ ലക്ഷ്യം നമ്മുടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു ലക്ഷ്യം നമുക്കില്ല. നമ്മുടെ രക്ഷാനായകനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. ആർക്ക്? ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. അതിനോടനുബന്ധിച്ച് ചില ചിന്തകളോട് പറഞ്ഞ് കാര്യങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ നമുക്കേവർക്കും സുപരിചിതമായ ഭാഗമാണ്. നമ്മളൊക്കെ പ്രസംഗിക്കുന്നതാണ്, അതിനകത്ത് ഒരുപാട് കേൾക്കുന്നതാണ്, പ്രസംഗിക്കുന്നതാണ്. രാജാക്കന്മാരുടെ 1 ശമൂവേൽ 2 ശമൂവേൽ പുസ്തകം, രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകങ്ങളൊക്കെ ക്രിസ്തുവിനെ രാജാക്കന്മാരുടെ രാജാവായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഓരോ പുസ്തകത്തിലും ക്രിസ്തു മറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ അരാം രാജാവിന്റെ സേനാപതിയായ നയന്മാൻ മുഖാന്തരം യഹോവ അവന് ജയം നൽകി. ജയം തരുന്നൊരു കർത്താവ്, നമ്മളെ കൊണ്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന കർത്താവ്. രാജാവിന്റെ സേനാപതിയായിരിക്കുന്ന നയമാനെ കുറിച്ചാണ് പറയുന്നത്. യഹോവ അരാമിന് ജയം നൽകി നയന്മാൻ മുഖാന്തരം. അപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ റോസ് ഫാമിലി പ്രൈസ് ഗ്രൂപ്പിനെ കർത്താവ് ജയമായി നടത്തിയതോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്ത ദൈവ കൃപകൾക്കായി സ്തുതിക്കുന്നു. ജയം തരുന്ന ദൈവത്തെയാണ് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ധന്യനായ പൗലോസും പറഞ്ഞു തീരാത്ത ദാന നിമിത്തം എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇന്ന് ഈ 3 വർഷം പൂർത്തീകരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിന് അനവധി സ്തോത്രങ്ങൾ പറയാൻ നമുക്ക് കഴിയണം. നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ദൈവം നമുക്ക് ജയം തരുന്നത്? എന്തിനാണ് നമ്മൾ ദൈവം നിലനിർത്തുന്നത്? അധികമായ ഫലം കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അധികമായ ഫലമുള്ള വൃക്ഷങ്ങളായി തീരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഫലമില്ലാത്ത അനുഭവം എത്ര വേദനാജനകമായ അനുഭവം അല്ലേ?
അപ്പൊ ഇവിടെ അരാം രാജാവിന്റെ സേനാപതിയായിരിക്കുന്ന നയമാൻ മുഖാന്തരം യഹോവ, നമ്മുടെ ദൈവത്തെ കുറിച്ച് ദൈവം യഹോവയെ അവന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ രാജാവ് അവനെ മാന്യനും മഹാനുമാക്കി മാറ്റി എന്ന് വായിക്കുന്നു. മാന്യത ലഭിച്ചു. ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മാന്യതയെ ലഭിക്കും. ദൈവം നമ്മളെ മഹാനുമാക്കും. ദൈവമക്കളെ, ദൈവം നമ്മളോട് കൂടെ ഇല്ല എങ്കിൽ ഒന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മളോട് കൂടെ ഉണ്ടാകണം. ദൈവ സാന്നിധ്യം നമുക്കൊരു ദിവസം അനുഭവിപ്പാൻ ഇടയാക്കണം. ദൈവത്തിന്റെ കൃപ നമുക്ക് രുചിച്ചറിയാൻ ഇടയാക്കണം. ദൈവ സാന്നിധ്യം ഇല്ലാത്തിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് ചിന്തിക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. ദൈവത്തിന്റെ കൃപ രുചിച്ചറിയുന്നവരായിരിക്കണം ദൈവത്തിന്റെ മക്കൾ. ദൈവകൃപയുടെ ആഴമേറിയ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവകൃപയുടെ ആഴമേറിയ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ പരിപാലിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവകൃപയിൽ നിലനിൽക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളോടുകൂടെ. അപ്പോ കഴിഞ്ഞ നാളുകളൊക്കെയും റോസ് ഫാമിലിയോടുകൂടെ, പ്രയർ ഗ്രൂപ്പിനോടുകൂടെ അത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. യോശുവയുടെ പുസ്തകം 14 അധ്യായത്തിൽ അവിടെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാലേബ് പറയുന്നൊരു കാര്യമുണ്ട് യോശുവയോട്. 85 വയസ്സായി എനിക്ക് ഇപ്പോഴും ആരോഗ്യമുണ്ട്. ആ ഹെബ്രോൺ മല എനിക്ക് തരാൻ പറയുന്നു. ഞാനതിനെ യുദ്ധം ചെയ്ത് ജയിച്ചടക്കുമെന്ന് അവർ, പിടിച്ചടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം ചെയ്യും, പിടിച്ചടക്കുമെന്ന് പറയുക. 40-ാമത്തെ വയസ്സിലാണ് ദേശം ഉറ്റുനോക്കാൻ പോകുന്നത്. ഇപ്പോൾ 45 വർഷം കൂടെ കഴിഞ്ഞിരിക്കുന്നു. താൻ പരാജയമല്ല പറഞ്ഞിരിക്കുന്നത്, പരാജയത്തിന്റെ കഥയല്ല പറയുന്നത്. 85 വയസ്സായി എനിക്ക് ഇപ്പോഴും ആരോഗ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കൊണ്ട് കർത്താവ് വലിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ വചനത്തിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവ അവന്റെ യജമാനൻ അവനെ മാന്യനും മഹാനുമാക്കി എണ്ണി എന്ന് വായിക്കുന്നത്. അവൻ പരാക്രമശാലി എന്നൊരു പദമാണ്. അവൻ പരാക്രമശാലിയ. ബെന്യാമിനെ കുറിച്ച് എന്താണ് യാക്കോബ് പറയുന്നത്? കടിച്ചു കയറുന്ന ചെന്ന്, അല്ലേ, ഇരപിടിക്കാൻ സമർത്ഥനായൊരു വ്യക്തി. അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ ബെനോനിയ, ദുഃഖത്തിന്റെ പുത്രനാണ്. ദുഃഖത്തിന്റെ പുത്രൻ എന്നാ പറയുന്നത്, വേദനയുടെ മകൻ എന്നാ പറഞ്ഞത്. കാരണം ഇവന്റെ ജനനത്തോടുകൂടി അമ്മ റാഹേൽ മരിക്കുക. എന്നാൽ അപ്പൻ പറഞ്ഞു, നീ മരിച്ചു, ഞാൻ ജീവിച്ചിരിക്കുന്നു. അവൻ വലങ്കയുടെ പുത്രനാണെന്ന് പറഞ്ഞ് അവന്റെ പേര് മാറ്റുവാനിടയായി. ആ അമ്മ പറഞ്ഞു ദുഃഖത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അവനെ കണ്ടതുകൊണ്ടും ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നതുകൊണ്ടും ശക്തനായൊരു വ്യക്തിത്വമായി മാറുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മളെയും മാനിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളോടുകൂടെ ഉള്ളിടത്തോളം കാലം നാം ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളോടുകൂടി ഇരിക്കുന്നിടത്തോളം കാലം നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദുഃഖത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇസ്രയേലിൽ 1-ാമത്തെ രാജാവായി ബെന്യാമിൻ ഗോത്രത്തിലെ ഒരു ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തു. പുതിയ നിയമത്തിലേക്ക് ദൈവസഭയുടെ കെട്ടുമണിക്ക് വേണ്ടി ബെന്യാമിൻ ഗോത്രത്തിലെ ശൗലിനെയും ദൈവം തെരഞ്ഞെടുത്തു. ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത്. അവൻ നിന്ദിക്കപ്പെടുന്ന സ്ഥാനത്ത്, ചവിട്ടിത്താക്കപ്പെടുന്ന സ്ഥാനത്ത് അവൻ നിന്നുകൊടുക്കാൻ മനസ്സുവെച്ചാൽ ഉയർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ ഇവൻ പരാക്രമശാലിയാണ്. ആര്? നയമാൻ. ദൈവം അവനോട് കൂടെയുണ്ട്. അവൻ ചെയ്യുന്ന യുദ്ധമെല്ലാം ജയിക്കുന്നു. അവന്റെ യജമാനൻ അവൻ പ്രയോജനപ്പെട്ടവനാണ്.
പ്രസാദമുള്ളവനാ. യജമാനൻ അവനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഒരു കുഷ്ഠം അവന്റെ മേലുണ്ട്. കുഷ്ഠരോഗി, അവൻ കുഷ്ഠരോഗിയാ, നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതവനെ ഒരു ഭാരപ്പെടുത്തുന്ന വിഷയമാണ്. ദൈവം അവന് ജയം കൊടുക്കുന്നു. അവൻ യജമാനൻ ഇഷ്ടനാണ്, മാന്യനായി മാറി, മഹാനായി മാറി. ഇതൊക്കെ സംഭവിച്ചു എങ്കിലും അവന്റെ കുഷ്ഠം അവനെ എല്ലാ മേഖലകളിലും അവനെ അകറ്റി നിർത്തുന്നൊരനുഭവം. കുടുംബത്തിൽ പോലും, അല്ലേ? കുഷ്ഠരോഗിയുടെ അടുക്കിലേക്ക് ആരും നമ്മൾ ചെല്ലാറില്ല. അവരെ വലം കൈകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ആഹാരം തന്നാലും അവരുടെ കൈകൊണ്ട് തന്നാൽ നമ്മൾ വാങ്ങി കഴിക്കാറില്ല. കാരണം കുഷ്ഠം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു രോഗമല്ല. ഇവൻ പലപ്പോഴും നിന്ദയും വേദനയും അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. അതാരോടും അവൻ പറയുന്നില്ല. പക്ഷേ അവനൊരു പ്രത്യാശ ഉണ്ടായിരിക്കാം. ആ പ്രത്യാശയിൽ തന്നെ അവൻ ഓരോ ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രത്യാശയിൽ അവൻ മുന്നേറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽക്കാരിയെ പെൺകുട്ടിയെ അവിടേക്ക് അടിമയായി പിടിച്ചുകൊണ്ടുവരുവാനിടെ. ചെറിയ പെൺകുട്ടിയാണ്. അവൾ അവിടുത്തെ വീട്ടുവേലക്കാരിയായി മാറി, ആ യജമാനത്തിയുടെ തോഴിയായി മാറി. അങ്ങനെ യജമാനത്തിയുമായി നല്ല ചങ്ങാത്തം കൂടിയെന്ന് വേണം പറയാനായിട്ട്. അപ്പോ യജമാനത്തി അവിടോട് ഹൃദയം തുറന്ന് പറയുക. ആ കുടുംബത്തിന്റെ അവസ്ഥകളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി, തന്റെ യജമാനത്തിയുടെ ഭർത്താവിന്റെ രോഗവിവരം മനസ്സിലാക്കി, അവിടെ വേദനയും ഭാരങ്ങളൊക്കെ മനസ്സിലാക്കി ആ പെൺകുട്ടിക്ക് യജമാനത്തിയോട് പറയാനൊരു സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല. അവൾ പറയുന്നൊരു പദമുണ്ട്. യജമാനത്തിയോടെ, യജമാനനെ ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കലേക്ക് എന്റെ നാട്ടിൽ, എന്റെ ദേശത്ത് ഒരു ദൈവത്തിന്റെ പ്രതിപുരുഷൻ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്തിന്റെ അഭിഷേകമുള്ള ഒരു പ്രവാചകനുണ്ട്. അവന്റെ അടുക്കിലേക്കൊന്ന് നിന്റെ യജമാനനെ ഒന്ന് പറഞ്ഞു വിടാൻ പറ്റും. അവൾ നേരിട്ട് പറയുകയല്ല, അവൾ യജമാനത്തിയോട് പറയുക. കർത്താവിൽ പ്രിയരെ, ഈ സന്ധ്യായാമത്തിനോട് അടുക്കുന്ന സമയം എനിക്കും ഈ റോസ്താവിൽപ്പെട്ട പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്. നമ്മുടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. നമ്മുടെ സന്ദേശങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും അതായിത്തീരട്ടെ. അവർക്ക് ലോകത്തിൽ മറ്റൊന്നും പറയാനുള്ള അടിമയായിരിക്കുമ്പോഴും, അടിമത്തത്തിൽ കിടക്കുമ്പോഴും അവൾ എന്താണ് പറഞ്ഞത്? ആ കുഷ്ഠരോഗിയുടെ അവസ്ഥ, കുടുംബത്തിന്റെ തകർച്ച കണ്ടിട്ട് അവൾ പറയുന്നത് പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത വിഷയമില്ല, പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം? ഒരു നല്ല കർത്താവിനെ അവൾ വെളിപ്പെടുത്തി. അവൾ രുചിച്ചറിഞ്ഞ, അവൾ കേട്ടറിഞ്ഞ, അവൾ അനുഭവിച്ചറിഞ്ഞ എലീശ എന്ന പ്രവാചകനെ കുറിച്ച്, അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവന്റെ പേര് പ്രശസ്തമായതും അവനും ഇന്നും അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവൾ കേട്ടിട്ട് അതവിടെ ആ ചെറു മനസ്സിലുണ്ടായിരുന്നു. സമയം തക്കത്തിന് കിട്ടിയപ്പോൾ അടിമയ പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് അവൾ മൗനമായിരുന്നില്ല. അയ്യോ, എന്നെ അടിമയായി പിടിച്ചുകൊണ്ട് വന്നല്ലോ, എന്റെ ഗതി ഇങ്ങനായി പോയല്ലോ എന്ന് പറഞ്ഞ് നിരാശയുടെ വാക്കുകളല്ല അവൾ പറഞ്ഞത്. അവൾ അടിമയാണെങ്കിലും അവിടെ സുഖമായി സന്തോഷമായി അവൾ കഴിയുന്നു. അവൾ പറയുന്നു, ഈ വിഷയത്തിന് പരിഹാരം ഒരുവനുണ്ട്, അത് പ്രവാചകൻ, അവന്റെ അടുക്കലേക്കൊന്ന് ചെല്ലാൻ കഴിയട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ജീവിതം കൊണ്ടും കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ പ്രസംഗം ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് ഞാൻ ചിന്തിക്കുന്നത്.
ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പും ഫേസ്ബുക്ക് പേജും തുടങ്ങിയതിന്റെ കാരണം അല്ല മറ്റൊന്നുമല്ല, ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടോ കുറെ പേരെ പ്രസംഗിപ്പിച്ച് ശീലിപ്പിക്കാനോ അല്ല. ഓരോ വ്യക്തിയിലൂടെയും എന്തായിരിക്കണം? ക്രിസ്തുവിന്റെ മഹത്വം ലോകത്തിൽ അറിയണം. 4 പേരെ കണ്ടുള്ളോ, 10 പേരെ കണ്ടുള്ളോ, അത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. നമുക്ക് ഈ പെൺകുട്ടി എത്ര സധൈര്യമായിട്ടാണ് പറയപ്പെടുന്നത്. വിഷയത്തിന് പരിഹാരമുണ്ട്. നമുക്കും പറയാം, ലോകത്തോട് വിളിച്ചു പറയാം, സമാധാനമില്ലാത്തോട് വിളിച്ചു പറയാം, പാപലോകത്തോട് വിളിച്ചു പറയാം. പാപത്തിന് പരിഹാരകനുണ്ട്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനത്തിനകത്ത് നോക്കിക്കേ, 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്ക് വായിച്ചു നോക്കിക്കേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. അപ്പോൾ ഓരോ പ്രഭാഷകനും, ഓരോ ദൈവദാസനും ദൈവദാസിയും ദൈവസഭയും സഭ അറിയപ്പെടണം. ഞാൻ ആവർത്തിക്കുന്നു, എന്താ ഇത്? ഒരു ഇളക്ക മിനിസ്ട്രി ഒന്നുമല്ല. ശാന്തമായി കേൾക്കുക, ഗ്രഹിക്കുക, ചിന്തിക്കുക. ഉപവാസ പ്രാർത്ഥനയൊന്നുമല്ലല്ലോ കൈയടിച്ച് വെള്ളം വെക്കാനായിട്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. കണ്ടോ, യേശു ക്രിസ്തുവിന്റെ മഹത്വം. അതായത് ഏദൻ പൂങ്കാവനത്തിൽ ദൈവത്തിന്റെ മഹത്വം ആദമിലും ഹവ്വയിലും ഉണ്ടായിരുന്നു. പാപം ചെയ്തതോടുകൂടി അത് നഷ്ടപ്പെട്ടുപോയി. തേജസ്കരിക്കപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടുപോയി. ആമേൻ. നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം ദൈവം കൊടുത്തത് നഷ്ടപ്പെട്ടു. പകരം അവർ അത്തിയൽ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടുപോയി. എന്നാൽ ആ കാലഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം. ആദിമ നൂറ്റാണ്ടിൽ മനുഷ്യരിൽ ഉണ്ടായിരുന്ന മഹത്വം നഷ്ടപ്പെട്ടുപോയി. അത് മടക്കിക്കൊണ്ട് മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിക്കുന്നത്. അപ്പൊ സുവിശേഷ ഘോഷണം എന്താകുന്നു? വചനപ്രസംഗം എന്താകുന്നു? അത് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താകുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എത്ര പേര് ഇത് അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലക്ഷ്യം എന്താകണം? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. ഇസ്രായേൽക്കാരി പെൺകുട്ടി അവിടെ ഒരാവശ്യമല്ല പറഞ്ഞത്. നിന്റെ ഭർത്താവ് എന്റെ യജമാനൻ മാന്യനും മഹാനുമാണല്ലോ, എന്നെ സ്വദേശത്തിലേക്ക് മടക്കി വിടാനുള്ള റെക്കമെൻഡല്ല അവൾ ചെയ്തത്. അവൾക്ക് വേണമെങ്കിൽ അവിടെ ആവശ്യങ്ങൾ നന്നായിട്ട് പറയാമായിരുന്നു, അല്ലേ? അത്ര സ്വാധീനം അവൾക്കുണ്ടായി, അത്ര സ്വാധീനം അവൾ പ്രാപിച്ചെടുത്തു യജമാനത്വമായിട്ട്. അവൾ അവളുടെ വിഷയം പറയാതെ, കർത്താവിൽ പ്രിയരെ, നാം നമ്മുടെ വിഷയങ്ങൾ പറയാതെ മറ്റുള്ളവരുടെ വിഷയമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയുന്നെങ്കിൽ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കാണും, പ്രയാസം കാണും, ഇല്ലായ്മ കാണും, പോരായ്മകൾ കാണും, ഒക്കെയുണ്ട്. അതേ നോക്കിയിരിക്കാതെ നമ്മുടെ വിഷയത്തിന് ശ്രദ്ധ കൊടുക്കാതെ, കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ടല്ലേ പറഞ്ഞത്, മുൻപേ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ ദൈവം നമുക്ക് തരുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അവളുടെ ഒരാവശ്യം പോലും അവൾ യജമാനത്തിയോട് പറയാതെ ആ കുടുംബത്തിന്റെ പോരായ്മകൾ അവൾ ഗ്രഹിച്ചു മനസ്സിലാക്കിയിട്ട് തന്റെ യജമാനത്തിയോട് പറയുന്നു. ഇത് തന്നെയാണ് യേശുവിന്റെ അമ്മ മറിയവും കനാവിലെ കല്യാണത്തെ ചെയ്തത്. ആ വീടുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ വീട്ടിലെ കല്യാണം, വീട്ടിലെ വീഞ്ഞം തീർന്നു. അത് അമ്മ മറിയമ്മിന്റെ ചെവിയിലെത്തി.
അവൾ ആരോടും പറയാതെ, ഒരു വ്യക്തികളോടും പറയാതെ, അത് പാട്ടാക്കി കളയാതെ, ആ വീടിനൊരു അപമാനമേൽക്കുവാൻ ഇഷ്ടപ്പെടാതെ നേരെ ചെന്നത് എവിടാണെന്നറിയാമോ? അവക്കറിയാം അവൾ ജന്മം കൊടുത്ത, ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന നസ്രേനായ യേശു എന്ന് പറയുന്ന ദൈവപുത്രന്റെ അടുക്കൽ ഈ വിഷയം എത്തിച്ചാൽ പരിഹാരമുണ്ടെന്ന് അവൾക്ക് നന്നായി അറിയാം. മറ്റാർക്കും ആ അറിവില്ല. അറിയാമെന്ന് ഒരേ വ്യക്തിയുള്ളെങ്കിൽ അത് മറിയം മാത്രം, കന്യാമറിയം മാത്രം, യേശുവിന്റെ അമ്മ മറിയം മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് നന്നായി അറിയുന്നത് നമുക്ക് മാത്രമാണ്. നമ്മൾ മാത്രമാ യേശുവിനെ അറിഞ്ഞത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അപ്പൊ രുചിച്ചറിഞ്ഞവരല്ലേ നമ്മൾ? രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിചാരിക്കുന്നു റോസ് ഫാമിലി, പ്രിയപ്പെട്ടവർ ക്രിസ്തുവിനെ നന്നായി രുചിച്ചറിഞ്ഞവരാ. അമ്മ, ആ യേശുവിന്റെ അമ്മ മറിയം കർത്താവിനോട് പറഞ്ഞു, പരിഹാരമുണ്ടായില്ലേ? പരിഹാരമുണ്ടായി. അവയുടെ ഒരു അപമാനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല, നിന്നയ്ക്കായി മാറിയില്ല. അതാണ് തക്ക സമയത്ത് ഇടപെട്ടു, ബുദ്ധിപൂർവ്വം ഇടപെട്ടു, ജ്ഞാനത്തോടെ ഇടപെട്ടു, ദൈവകൃപയിൽ ഇടപെട്ടു, ഒരു ചെവി പോലും അറിയാതെ. ഈ പെൺകുട്ടി അത് തന്നെയാ ചെയ്തത്. അവൾ ആവശ്യം പറയാതെ അവൾ യജമാനത്തിയോട് പറയുന്നു, ഒരു നല്ല പ്രവാചകൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു പ്രവാചകൻ, കുഷ്ഠരോഗത്തെ, പാപത്തിന്റെ കുഷ്ഠത്തെ മാറ്റുവാൻ കഴിയുന്നൊരു പ്രവാചകൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾ പറയുക. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം അതായിരിക്കട്ടെ. റോസ് ഫാമിലിയുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. 3 വർഷം പൂർത്തീകരിക്കുവാൻ സർവശക്തനായ കർത്താവ് കൃപ തന്നു എങ്കിൽ കർത്താവിന്റെ വരവ് വരെയും ഈ ഫേസ്ബുക്ക് പേജ്, ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അനേകർക്കൊരു അനുഗ്രഹവും തണലും ആശ്വാസമായി മാറട്ടെ. ഏതെല്ലാം തരത്തിലൂടെ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യുവാൻ ഉയരത്തിലെ ദൈവം കൃപ തരട്ടെ. ആമേ. മാനുഷികമായി ആമേ വാക്കുകൊണ്ട് താങ്ങേണ്ടവരെ വാക്കുകൊണ്ട് താങ്ങുക, പ്രാർത്ഥനയിൽ താങ്ങേണ്ടവരെ പ്രാർത്ഥനയിൽ താങ്ങുക. സാമ്പത്തികമായി സഹായിക്കുവാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ അവരുടെ ബുദ്ധിമുട്ടറിഞ്ഞ് അങ്ങനെയും സഹായിപ്പാൻ കഴിയണം. ഏതെല്ലാം തരത്തിൽ നമുക്ക് ക്രിസ്തുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിയും, ഏതെല്ലാം തരത്തിലുള്ള സുവിശേഷ ജനത്തിന്റെ ഇടയിൽ എത്തിക്കുവാൻ കഴിയും, ഇതായിരിക്കണം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. പ്രസംഗകനെ വെളിപ്പെടുത്തുകയല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, യേശുവിനെ വെളിപ്പെടുത്തുക. തിരുവഴുത്തൊരു ഭാഗം കൂടെ ഞാൻ പറയുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. എന്താ സന്തോഷത്തിന് കാരണം? ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകാൻ വഴിയറിയാതെ വിദ്വാൻമാർ ഭാരപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ നിലവാരം മനസ്സിലാക്കി ഒരു നക്ഷത്രം വഴികാട്ടിയായി ദൈവം അവർക്ക് മുൻപേ അയക്കുക. ആ വിദ്വാൻമാർ നക്ഷത്രം വീക്ഷിച്ചു. ഒരു സാധാരണ നക്ഷത്രമല്ല, അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രം. അവർ ആ നക്ഷത്രത്തെ കുറിച്ച് ഗ്രഹിച്ച് ആ നക്ഷത്രത്തിന്റെ പിന്നാലെ ക്രിസ്തുവിനെ തിരക്കി ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകുവാൻ ഇറങ്ങിത്തിരിച്ചതുപോലെ കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ, നമുക്കും വളരെ ലക്ഷ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മറ്റൊരുത്തന് രക്ഷയില്ല, രക്ഷിക്കപ്പെടുക. മനുഷ്യരുടെയിൽ ഭൂമിക്ക് മീതെ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ടൊരു നാമമുണ്ട്. ആ നാമത്തിന്റെ പേരാണ് യേശു ക്രിസ്തു എന്ന് പറയപ്പെടുന്നത്. പത്രോസിനോടും യോഹന്നാനോടൊക്കെ പറഞ്ഞു, ഈ നാമത്തെ ഇനി ഉയർത്തരുത്, ഈ നാമത്തിന് വേണ്ടി നിൽക്കരുത്, ഈ നാമത്തെ എന്ത് ചെയ്യരുത്, ഒന്നും പറയരുത്. അവരെ ഭയപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി, അല്ലേ, ഒക്കെ വിട്ടെങ്കിലും അവരുടെ നാവ്
അടങ്ങിയിരുന്നില്ല. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കണ്ടതും കേട്ടതും ഒന്നും ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ അനുഭവിച്ചതാ, ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. അവർ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമം ഭയം കൂടാതെ അവർ പറയുക. നമുക്കും പറയാൻ കഴിയട്ടെ. എന്നിട്ട് അവർ പറയുന്നു, ഇസ്രായേലിനൊക്കെയും തള്ളിക്കളഞ്ഞ വീട് പണിയുന്നവനായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കലായി തീർന്ന ഇവൻ തന്നെ. എന്നിട്ട് പറയുന്ന വാദം ശ്രദ്ധിക്കണം, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. എത്ര ധൈര്യമല്ലേ, നാം രക്ഷിക്കപ്പെടുവാൻ. അപ്പൊ ലക്ഷ്യമെന്താ? ജനം രക്ഷിക്കപ്പെടണം, ജനം ദൈവകൃപയിലേക്ക് വരണം, ജനം പാപത്തിന്റെ കുഷ്ഠത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. അതിന് യേശു ക്രിസ്തുവിനെ ഉയർത്താതെ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിനെ ക്രൂശിനെ ഉയർത്താതെ പറ്റുമോ പ്രിയപ്പെട്ടവരെ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ എവിടേക്ക് ഉയർത്തിയിട്ടുണ്ടോ, ആരൊക്കെ ഉയർത്തിയിട്ടുണ്ടോ, അവിടെയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രസംഗത്തിന്റെ വൈഭവം കൊണ്ടല്ല, അറിവ് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, പിന്നെയോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തിയ. എന്നിട്ട് എന്താ പറഞ്ഞാൽ, മറ്റൊരുത്തരിലും രക്ഷയില്ല. എവിടെ നിന്ന് ധൈര്യം കിട്ടി? പഠിപ്പില്ലാത്തവർ സാമാന്യരായാക്കാം, അറിവൊന്നുമില്ല, വലിയ അറിവൊന്നുമില്ലെന്ന് അവർ മീൻപിടുത്തക്കാരായിരുന്നു. ക്രിസ്തു അവരിലേക്ക് വന്നപ്പോൾ, അവർ പരിശുദ്ധാത്മാവരിലേക്ക് വന്നപ്പോൾ അവർ ധൈര്യമുള്ളവരായി മാറിയിട്ട് പറയുക, നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാം, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവിൽ പ്രിയരെ, ഇത്ര പരിശുദ്ധമായൊരു നാമം, ഇത്ര സുന്ദരമായൊരു നാമം, ഷാരോനിലെ പനിനീർ പുഷ്പം അല്ലേ, എന്തൊക്കെ പറയുന്നത്, 10,000 സുന്ദരനായ ക്രിസ്തു, പാപം തീണ്ടിയിട്ടില്ലാത്ത കർത്താവ്. നമുക്കറിയാം, 5 കോടതികളിൽ 7 പ്രാവശ്യം 4 ന്യായാധിപന്മാരാൽ മാറി മാറി ന്യായവിസ്താരം കഴിച്ചിട്ടും ഈ ലോകത്തിലെ ഒരു മതകോടതിക്കോ രാഷ്ട്രീയ കോടതികൾക്കോ ഒറ്റ വ്യക്തികൾക്ക് പോലും യേശുവിന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. എന്തിന്? 30 വെള്ളിക്കാശ് വില പറഞ്ഞ് കീശയിട്ട യൂദ പോലും പറയുന്നു, പാപമില്ലാത്ത രക്തത്തെയാണ് ഞാൻ ഒറ്റിക്കൊടുത്തത്. പീലാത്തോസ് മാറി മാറി ന്യായവിസ്താരം കഴിച്ചിട്ട് എന്താ പറഞ്ഞത്? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നല്ലേ പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു പദങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയാമോ? ലോക ചരിത്രത്തെ, ഇവിടെ ചരിത്രം പറയുന്നവരുണ്ട് അല്ലേ, ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മതപണ്ഡിതന്മാരെല്ലാം ചരിത്രം എഴുതുന്ന പറയും. ചരിത്രം പറയുമ്പോൾ അവരെ BC എന്നും AD എന്നും പറയാറുണ്ട്. എന്താണ് BC? ബിഫോർ ക്രൈസ്റ്റ്. AD ആഫ്റ്റർ ദ തനോഡമിനി എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തെ 2 തരം തിരിച്ചു. AD എന്നും BC എന്നും 2 തരം തിരിച്ച് ചരിത്രത്തിന്റെ മധ്യത്തിൽ ചരിത്രപുരുഷനും ദൈവപുത്രനുമായി നിൽക്കുന്നു. ആർക്കും നിഷേധിക്കാനാത്ത സത്യമായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വിഷയത്തിന് പരിഹാരമില്ല. അതുകൊണ്ട് നമുക്ക് സധൈര്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയാം. ഈ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയാം. അനേകരെ കേൾക്കട്ടു പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. ഈ ചെറിയ പെൺകുട്ടി അവളുടെ യജമാനത്തിയോടെ അവിടെ യജമാനന്റെ രോഗവിവരം മനസ്സിലാക്കിയിട്ട് ഏലീശാ പ്രവാചകനെ പരിചയപ്പെടുത്തിയതുപോലെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അത്ര മതി പ്രിയപ്പെട്ടവര്. ബൈബിൾ കോളേജ് പഠിക്കണമെന്നൊന്നുമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയാം. എന്താണ് സുവിശേഷം അല്ലേ? പൗലോസ് പറയുന്നുണ്ടല്ലോ,
ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. അത്രയും പറഞ്ഞാൽ മതി. അത്രയും പറയാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ ഒരു അനുഭവം ഒറ്റ വാക്കിൽ പറയാം. ഞാൻ ബാംഗ്ലൂരിൽ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. 96 ദൈവവചനം പഠിക്കാൻ ഇറങ്ങുന്നത്. 4 വർഷമൊക്കെ ദൈവവചനം പഠിച്ചു. എന്നാൽ ബാംഗ്ലൂരിൽ 90 രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു. അവിടുത്തെ സഭയുമായിട്ട് ദൈവത്തെ ആരാധിച്ചു പോക്കുമ്പോൾ അവിടെ സുവിശേഷമൊക്കെ പറയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ 24 വയസ്സോളമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, മലയാളി പെൺകുട്ടിയാണ്, പാലക്കാട്ടുകാരിയാണ്. ഞാൻ ഇപ്പോഴും ആ രംഗം മറന്നിട്ടില്ല. അവൾ രോഗിയായിരുന്നു, ശരീരം മുഴുവനും വ്രണം പിടിച്ച രോഗമാണ്. സുന്ദരിയായൊരു പെൺകുട്ടി. ഒരു ദിവസം യാദൃച്ഛ്യമായിട്ട് ഞങ്ങളൊരു കിണറ്റിൽ നിന്നാണ് എല്ലാം വെള്ളം കോരുന്നത്. ഞാൻ വെള്ളം കോരാൻ ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി വെള്ളം കോരാൻ വന്നു. അവിടെ മുഖത്തും കൈകളിലും കാലിലും ശരീരം ആസകലും ഈ പുഴുക്കടി പോലെ രോഗം. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയാൻ പറഞ്ഞു. കർത്താവ് പ്രിയർ എന്തോ ഞങ്ങൾ സുവിശേഷ വേലക്കാരനായിട്ടില്ല. എനിക്ക് ആ പെൺകുട്ടിയോട് അത് പറയാൻ ഒരു മടി തോന്നി. ഞാൻ പറഞ്ഞില്ല. ഞാൻ വെള്ളം കോരിക്കൊണ്ട് വീട്ടിൽ വന്നു. വീണ്ടും വെള്ളം കോരാൻ ചെന്നു. ഈ പെൺകുട്ടി വരുമ്പോഴും ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, യേശു നിന്നെ സൗഖ്യമാക്കും. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ വന്നു. അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നിറങ്ങി. രാവിലെ ഞാൻ കമ്പനി ജോലിയിൽ പോയി. അപ്പൊ തിരിച്ച് വൈകിട്ട് വരുന്ന സമയം അവിടെ വലിയൊരു ആൾക്കൂട്ടം. എന്താണെന്നറിയാമോ? അപ്പൊ ഞാനും ഫാമിലിയായിട്ട് വിടുമോ അവിടെ ബാംഗ്ലൂരായിരുന്നു. വൈഫിനോട് ചോദിച്ചു, വൈഫ് പറഞ്ഞ കാര്യം കേൾക്കുമോ? അപ്പോഴത്തെ നമ്മുടെ ഇന്നത്തെ ചേച്ചിയുടെ മോള് ആത്മഹത്യ ചെയ്തു. അവൾ പെട്രോള് ദേഹത്തൊഴിച്ച് കുടിച്ച് കത്തിച്ചാമ്പലായിപ്പോയി. അവൾ ആത്മഹത്യ ചെയ്തു. അവൾ എഴുതി വെച്ച വാർത്ത കേട്ടോ? അവൾ പേപ്പറിനകത്ത് എഴുതി വെച്ചു, ഞാൻ എന്റെ രോഗം നിമിത്തം മരിക്കുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഹൃദയം തകർന്നുപോയി. ഞാൻ ദൈവസ്ഥയെ കരയാൻ തുടങ്ങി. ദൈവത്തോട് ഭാവമേറ്റു പറയാൻ തുടങ്ങി. അന്ന് ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ ഞാൻ ആ ക്രിസ്തുവിനെ ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷേ അവൾ ഒരു കച്ചിത്തുരുമ്പ് പോലെ ചാടിക്കേറി പിടിച്ച് അവൾ രക്ഷപ്പെടുമായിരുന്നു. ഇനി സുവിശേഷം കേട്ടിട്ടാണ് അവളെ തള്ളിക്കളഞ്ഞെങ്കിൽ ഞാനും രക്ഷപ്പെട്ടനെ. ഞാൻ അവിടെ ആത്മാവിന് കണക്ക് കൊടുക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്നാൽ അവൾ പറഞ്ഞൊരു കാര്യം, ഞാൻ എന്റെ രോഗം നിമിത്തം മരിക്കുന്നു. ആരും ഉത്തരവാദിയല്ലെന്ന് അവൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അവൾ മരിക്കുന്ന കാര്യം എന്നോട് കർത്താവ് പറഞ്ഞില്ല. പക്ഷെ ഇത്രയും പറഞ്ഞു, നീ പറയൂ, യേശു നിന്നെ സൗഖ്യമാക്കും. ഒരുപക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതിയെന്ന്, യേശുവിനെ ഒന്ന് പ്രസന്റ് ചെയ്താൽ മതി. റോസ് ഫാമിലിയിലെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമുക്കത്രയും ചെയ്യാം. അവളും അത്രേ പറഞ്ഞുള്ളൂ. നയമാന്റെ ഭാര്യയോട് ഒരു പ്രവാചകനുണ്ട്. ആകയാൽ റോസ് ഫാമിലി പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏവരെയും ധൈര്യമായ കർത്താവ് അതിനു വേണ്ടി ഒരുങ്ങട്ട്. സമയം അതിന്റെ എൻഡിലേക്ക് എത്തി നിൽക്കുന്നു. കർത്താവ് വരാൻ സമയമായി. ചിലരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് നിത്യത്തിൽ കാഴ്ചവെക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്റെയും എന്റെ കുടുംബത്തിന്റെയും, ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് പെനിയേൽ ആദിച്ചന്നൂർ ദൈവസഭയുടെയും ആശംസകളും എല്ലാം നേരുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ 3 വർഷമായി റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പ് ജയകരമായി നടക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. വീണ്ടും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് അതിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഒരു വെളിച്ചമായി, വഴികാട്ടിയായി, ഒരാശ്വാസമായി, ഒരു സമാധാനമായി ഈ സംരംഭത്തെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ റോസലിനെയും തന്റെ കുടുംബത്തെയും തന്നോടുകൂടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഈ സംരംഭത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹമാക്കിയിരിക്കാൻ നന്ദി, നന്ദി, നന്ദി. സകല മഹത്വം അംഗീകരിപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചത് ദയവുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെയും എന്റെ കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ തരുന്ന കൈത്താങ്ങൾക്ക് നന്ദി.